ഈ വെള്ളീച്ച എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ ഓലയുടെ അടിഭാഗത്തും മോൾ ഭാഗത്തും ഇരുന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് മൂത്ത ഓലകളിലാണ് ഇത് ആക്രമിക്കുന്നത്. അതുകൊണ്ട് തെങ്ങിന് കാര്യമായ ദോഷമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളീച്ചകൾ പുറത്തുവിടുന്ന നമ്മുടെ തേൻ പോലുള്ള ഒരു ദ്രാവകം, ഈ ദ്രാവകം കുമിളുകളെ ആകർഷിക്കും. ഇപ്പോൾ സൂട്ടി മോൾഡ് എന്ന് പറയുന്ന കറുത്ത നിറത്തിലുള്ള കുമിളുകളെ ഇത് ആകർഷിച്ച് ഈ കുമിളുകൾ വന്ന് നിറയുകയും കുമിളുകൾ വന്ന് നിറയുന്നത് മൂലം തെങ്ങിൻ്റെ ഓലകൾക്കെല്ലാം കറുത്ത കളർ വരികയും ചെയ്യും. ഈ കറുത്ത കളർ വന്ന് കുമിള് വന്നുകൊണ്ടും തെങ്ങിൻ്റെ ഓലയ്ക്ക് ദോഷമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഈ കറുത്ത കളർ വന്ന് ഓല മുഴുവൻ മൂടുന്നത് കൊണ്ട് തെങ്ങിൻ്റെ ഫോട്ടോസിന്തസിസ് കാര്യമായിട്ട് ബാധിക്കും. ഇത് കൂടുതലായിട്ട് കാണുന്നത് വേനൽക്കാലങ്ങളിൽ വളരെ രൂക്ഷമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ചൂട് കൂടുന്നതോടുകൂടി ഈ വെള്ളീച്ച പെറ്റുപെരുകി കാറ്റിലൂടെ ഒരു തെങ്ങിൽ നിന്ന് മറ്റു തെങ്ങിലേക്ക് പടർന്ന് പുറത്തേക്ക് വിടുന്ന തേൻ രൂപത്തിലുള്ള വസ്തു അതിനെ ആകർഷിച്ച് സൂട്ടി മോൾഡും കൂടി വരുമ്പോൾ തെങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഉത്പാദനത്തെ ഇത് ബാധിക്കും. കാരണം ഇലയിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള കഴിവ് തെങ്ങിന് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്.